അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പത്തിരിയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ പത്തിരി കുഴച്ചെടുക്കുക കൈ വെച്ചിട്ടാണല്ലോ. നമുക്ക് ഹാൻഡ് മിക്സർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹുക്സ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഹുക്സ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് പത്തിരിയുടെ മാവ് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതുകൊണ്ട് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ നമുക്കതൊക്കെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ പത്തിരിക്ക് വേണ്ട പൊടി ഒന്ന് വാട്ടിയെടുക്കണം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പ് അരിപ്പൊടിക്ക് അതേ കപ്പിൽ തന്നെ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് മിക്സ് ആക്കുന്ന കാരണമാണ് ഞാനിപ്പോൾ 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ സാധാരണ പത്തിരിയുടെ പൊടിക്ക് വെള്ളം എടുക്കുന്നതിന് ഒരു 2-3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെള്ളം എടുക്കണം ഇതിനേക്ക്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ അത് നോക്കി ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ച് ഈ 1 കപ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ ഓരോരുത്തരുടെ പൊടിക്കനുസരിച്ച് വെള്ളം എടുക്കുക. നമ്മൾ സാധാരണ വെള്ളം എടുക്കുന്നതിന് ഒരു 2-3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെള്ളം എടുക്കുക, നമ്മൾ ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കുന്ന കാരണം. അപ്പോൾ ഈ ഒരു പാകത്തിനായിട്ട് ഞാൻ പൊടി നന്നായിട്ട് മിക്സാക്കി വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഹുക്സ് വെച്ചിട്ട് ഹാൻഡ് മിക്സറിൻ്റെ ഈ ഹുക്സ് വെച്ചിട്ടാണ് നമ്മൾ പൊടി കുഴച്ചെടുക്കുന്നത്. പൊടി വാട്ടി അതേ പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്, വേറെ പാത്രമൊന്നും എടുക്കണ്ട. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് പൊടി വാട്ടുന്നത് വെച്ചാൽ അത് വേറൊരു ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പൊടിയൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ഓൺ ചെയ്ത് ആദ്യം നമ്മൾ സ്പീഡ് കുറച്ചിട്ടിട്ട് മിക്സാക്കി കൊടുക്കണം. അത് നല്ല ചൂടിൽ തന്നെ ചെയ്യണം, ചൂടാറാനായിട്ട് കാത്തിക്കണ്ട. നല്ല ചൂടിൽ തന്നെ നമ്മളിത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോഴേ നമ്മുടെ പൊടി നന്നായിട്ട് സോഫ്റ്റായിട്ട് കട്ടയില്ലാതെ മിക്സായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ സ്പീഡ് കുറച്ച് വെച്ച ശേഷം പിന്നെ അതൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ മിക്സാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇത് ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ കയ്യിൽ ഇനി ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് എത്രത്തോളം മാവ് കുഴഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ മിക്സർ വെച്ചിട്ട്. ഇങ്ങനെ കാണുമ്പോൾ തോന്നും തീരെ കുഴഞ്ഞ് വന്നിട്ടില്ല, മാവ് ശരിക്കും കുഴഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ ബോൾസ് ആക്കിയാൽ അറിയാൻ പറ്റും മാവ് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. കണ്ടില്ലേ, നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുത്താൽ അറിയാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാം, ഒട്ടും കട്ടയൊന്നും പിടിച്ചിട്ടില്ല, നല്ല ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് മാവ് കുഴക്കുന്ന ആ പണി ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ മാവ് കുഴച്ചതിൽ നിന്ന് എടുക്കില്ലേ, ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്ത് മാറ്റുമല്ലോ നമ്മൾ പത്തിരി ഉണ്ടാക്കാനായിട്ട്. അതുപോലെ അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പത്തിരി പരത്തിയെടുക്കാം. ഇപ്പോൾ ഹാൻഡ് മിക്സർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഹുക്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും നമ്മുടെ മാവ് എത്ര സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പത്തിരി പരത്താനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ പ്രസ്സിലും ചെയ്തെടുക്കാം. പരത്തിയെടുക്കാനും നല്ല ഈസി ആയിട്ട് നമുക്ക് പറ്റും നമ്മൾ ആ ഹുക്സ് വെച്ച് ചെയ്താൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരത്തി തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ പരത്തിയെടുക്കാനായിട്ട് ഒരു പത്തിരിയുടെ ഉരുള എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, പരത്തിയെടുക്കുന്നതാണല്ലോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പത്തിരി പരത്തിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാൻ പറ്റും മാവ് എത്രത്തോളം കുഴഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളത്. മാവ് കുഴഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ വിട്ട് വരും.
ഇപ്പോൾ ഈ പത്തിരി തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് പരത്തി എടുക്കാൻ പറ്റുന്നുണ്ട്. ഒട്ടും കട്ടയൊന്നും പിടിച്ചിട്ടില്ല. ഇതുപോലെ നൈസായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്. അങ്ങനെ മാവ് ഇതാ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. നല്ല കനമില്ലാതെ പരത്തി എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ കണ്ടില്ല, നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബൗൾ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബൗൾ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള പത്തിരിയെല്ലാം പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പത്തിരിയും ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ചുട്ടെടുക്കാം. പത്തിരി ചുടാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ട് പൊള്ളച്ച് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. പത്തിരി ചുടാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പത്തിരിയൊക്കെ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ പത്തിരിയും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഈസിയാണ്, നമുക്ക് കുഴച്ചെടുക്കേണ്ട പണിയില്ല. ആ മിക്സർ വെച്ചിട്ടൊന്ന് ആ ഹുക്സ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും നോക്കിയെടുക്കണം. കാരണം നമ്മൾ സാധാരണ പത്തിരിക്ക് എടുക്കുന്നതിന് ഒരു 2-3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെള്ളം എടുക്കണം. എന്നാലേ നന്നായിട്ട് സോഫ്റ്റായിട്ട് മാവ് കുഴഞ്ഞ് കിട്ടുള്ളൂ. കാരണം നമ്മൾ സാധാരണ കൈ വെച്ചിട്ട് പത്തിരിയുടെ പൊടി കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ആവശ്യമുള്ള വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിനും അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള പത്തിരി ചുട്ടെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഹാൻഡ് മിക്സറിൻ്റെ ഹുക്സ് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ മാവും അതുപോലെ പിസൻ്റെ ഡോ, ബണ്ണിൻ്റെ ഡോ എല്ലാം കുഴച്ചെടുക്കാൻ പറ്റും. ഇതേ ഒരു ഇതിൽ നമ്മൾ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുകൊണ്ട്. അങ്ങനെ നമ്മുടെ പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ല? നന്നായിട്ട് തന്നെ പൊള്ളിച്ചിട്ട് എല്ലാ പത്തിരിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.